പെപ്സിന്റെ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. റേഡിയോ മിർച്ചി 6th floor. ലിഫ്റ്റ് ഉണ്ടോ? ആ എവിടെയൊന്നും കാണിച്ചു തരുമോ? ഈ മറ്റേ ഇതിന്റെ പെപ്സിന്റെ ഓക്കെ ഫൈൻ ഫൈൻ കാണാൻ പറ്റുമോ? കുറച്ച് കാണാം. എൻ്റെ പേര് ജെയ്ബിൻ. ഹലോ, ഇന്ന് നമുക്ക് റേഡിയോ മിർച്ചിയുടെ ഓഫീസ് വരെ ഒന്ന് പോയാലോ? എന്തല്ലേ? അതായത് ഞങ്ങൾ ഇന്നൊന്ന് പുറത്തു പോയതായിരുന്നു, ഞാനും അമ്മയും. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നേ, റേഡിയോ മിർച്ചിയിൽ നിന്ന് ഒരു കോൾ വന്നായിരുന്നു. പിന്നെ കോളല്ല, ഒരു വാട്സപ്പ് മെസ്സേജ്. ഒരു പെപ്സിൻ്റെ എന്തോ ഗിഫ്റ്റ് ഉണ്ട്, പോയി കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എപ്പോഴൊന്നും പോവാം, പിന്നെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ച് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പിന്നെ ഇന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ. 9272 സെറ്റായില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് മുമ്പോട്ട് വന്നതാണ്. ഇത് തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടി ബൈക്കിലായിരുന്നല്ലോ. അപ്പോൾ കടലത്തേക്കൊന്ന് നിന്നതാണ്. ഇവിടെ തന്നെ ബിൽഡിംഗ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് എനിക്ക് ഷൂട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ലീഗലാണോ അല്ലേ നമുക്കറിയില്ലല്ലോ. 6th ഫ്ലോറിലാണ്. ലീഗലാണോ അല്ലേ നടത്തുന്നത്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കാം. ഇഷ്ടമുള്ളതായും സർക്കാർ കൊണ്ടുവരാം, പക്ഷേ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. വാക്കുപാടുകൾ പാലിക്കാനാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മാതൃ ദിനപത്രം. ഹലോ, പെപ്സിന്റെ ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. റേഡിയോ മിർച്ചി 6th floor. ലിഫ്റ്റ് ഉണ്ടോ? ആ എവിടെയൊന്നും കാണിച്ചു തരുമോ? ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ല. അതിൻ്റെ നിങ്ങൾ മുകളിലേക്കാണോ? അല്ല, ഞാൻ വരാം. ഓക്കെ. ഇവിടെ ജോലി ചെയ്യുന്നതാണോ? ഞാൻ ബിൽഡിംഗ് സൂപ്പർവൈസർ. ഓക്കെ ഓക്കെ. ഇവിടെ നമുക്ക് എന്താ ഇത് റേഡിയോയുടെ മാത്രമാണ് ഇപ്പോൾ? 6th floor. അല്ല, ഈ ബിൽഡിംഗ് അല്ല, ബിൽഡിംഗ് നമുക്ക് 10 floor ഉണ്ട്. നമുക്ക് 12-13 ഓഫീസുകളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. റേഡിയോ, LIC, ആക്സിസ് ബാങ്ക്, സോളിച്ച്, പിന്നെ LNT ഫിനാൻസ്. അത് ശരി. ഇവിടെയാണ് നമ്മുടെ ഓഫീസിൽ. ഓക്കെ. എടാ, ഈ മറ്റേ ഇതിന്റെ പെപ്സിന്റെ ഓക്കെ ഫൈൻ ഫൈൻ കാണാൻ പറ്റുമോ? കുറച്ച് കാണാം. എൻ്റെ പേര് ജെയ്ബിൻ. ആ, താങ്ക് യു കേട്ടോ. ബ്രോ, വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ പോവാണേ. താങ്ക് യു കേട്ടോ. കാണാം. വണ്ടി അതല്ലേ ഏതാ വണ്ടി? ഹലോ. ആ ആ ആ ആ താങ്ക് യു കേട്ടോ. ഓക്കെ. ആ ഓക്കെ ഓക്കെ. താങ്ക് യു കേട്ടോ. കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. 9272 ചേട്ടാ. ഓക്കെ.
അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തി. തുറക്ക് പതുക്കെ പതുക്കെ. സിന്ധു അല്ല, ബസ്സൊക്കെ ഓടിക്കാൻ ഡബിൾ ബെൽ അടിക്കുന്നവരെ അടിച്ചോ. പെപ്സിൻ്റെ 2 പില്ലോ. അമ്മയ്ക്ക് പുതിയ പില്ലോ വേണമെന്ന് പറഞ്ഞില്ലേ, പിടിച്ചോ. അമ്മയ്ക്കല്ലായിരുന്നോ പില്ലോ വേണമെന്ന്? ബെഡല്ല, പില്ലോ. റേഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ? റേഡിയോയിൽ അവിടുന്ന് എന്താ പെപ്സ്. ഇഷ്ടപ്പെടുന്നതന്നെയല്ല, അത് അവർ റാൻഡമായിട്ട് ചീറ്റിടുമ്പോൾ നമുക്ക് നറുക്ക് വീഴും. എൻ്റെ അമ്മോ, 1539. ദേ വന്നിരിക്കുന്നു നിന്റെ മോൻ. ബസു ദേ വന്നിരിക്കുന്നു നിന്റെ മോൻ. 2 പില്ലോ. അച്ഛനും അമ്മയ്ക്കും സുഖമായിട്ട് തലവെച്ചെടുക്കാൻ 2 പില്ലോ. പെപ്സിന്റെ ബില്ലോ. പെപ്സി നല്ലതാണല്ലോ. 1539 അതിനകത്ത് വില ഇട്ടേക്കുന്നത്. 75% ഓഫ് കിട്ടണം. 15% ഓഫ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അത്ര വെയിറ്റ് ഒന്നും ഇല്ല. ഇതിനകത്ത് പിടിയുണ്ടല്ലോ അതല്ലേ? അങ്ങനെയാ. ഓ, അതിന് പിടിയുണ്ട്. എന്തോ എന്തെങ്കിലും ആട്ടെ, കിട്ടിയത് സന്തോഷിക്കുക. അതിനിപ്പം നല്ലൊരു ഗിഫ്റ്റ് അല്ലേ പില്ലോ എന്നൊക്കെ പറയുമ്പോൾ. അമ്മയ്ക്ക് പില്ലോ വാങ്ങണമെന്ന് പറഞ്ഞ് കുറേ നാളായി നിൽക്കുന്നു. നേരെ ആഗ്രഹിച്ച് കിട്ടി. നമ്മളൊക്കെ ഇത്രയും പൈസ കൊടുക്കില്ല. അല്ല, വീതി മേളോ അത് പൊട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ വീർക്കും. അത് അതിപ്പോ ഇങ്ങനെ അമങ്ങിയിരിക്കുന്ന പൊട്ടിച്ചു കഴിഞ്ഞാൽ വീർത്ത് വരും. അപ്പോൾ അമ്മയുടെ മുറി കിടന്ന 2 പില്ലോ മാറ്റിയിട്ട് ഇതാ കിട്ടോ. നല്ല നീളമുള്ള പില്ലോയാ അല്ലേ? ഹലോ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഈ പില്ലോ കിട്ടിയത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ. എനിക്കും ആദ്യം മനസ്സിലായില്ല. പിന്നെ അവിടെ പോയി ചോദിച്ച സമയത്ത്, അത് റേഡിയോയിൽ പോയി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത്, ഞാൻ ഇടയ്ക്ക് ഷോർട്സിൽ ഇടയ്ക്ക് എപ്പോഴും മെയിൻ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ, ഞാൻ എന്താ പറയുക, റേഡിയോയിൽ വിളിച്ചിട്ട് ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്ത സമയത്ത് വിജയിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ ഇവർ നറുക്കിടും. അങ്ങനെ നറുക്കിട്ട് കിട്ടുന്ന ആൾക്കാർക്കാണ് ഈ സമ്മാനം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. എൻ്റെ ഒരു സംശയമായിരുന്നു. ഇനി ഇതാണ് നമുക്ക് കിട്ടിയ സമ്മാനം. അപ്പോൾ നേരത്തെ അമ്മയും അമ്മച്ചിയൊക്കെ നോക്കുന്നത് നിങ്ങൾ കണ്ട് കാണുമായിരിക്കും. ഇതാണ് സാധനം. ഇത് പെപ്സിൻ്റെ പില്ലോയാണ്. ഓക്കെ, പെപ്സിൻ്റെ പില്ലോ. ഇതിനകത്ത് സർപ്രൈസ് എലമെൻ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, 2 പില്ലോ ഉണ്ട് ഒരു പാക്കറ്റിൽ. ഓക്കെ, കണ്ടോ, ഒരു പാക്കറ്റ് 2 പില്ലോ.
ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചു ഇന്നലെ അത് തുറക്കുമ്പോഴും പിന്നെ മീൻസ് ഇന്നലെ അവിടെ ആ ഹാളിൽ വെച്ച് നോക്കുമ്പോഴും വിചാരിച്ചത് ഒരു പില്ലോയാണെന്നാണ്. അപ്പോൾ ഒരു പില്ലോയ്ക്ക് നല്ല കട്ടിയുണ്ടല്ലോ, ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരു പില്ലോയ്ക്ക് നല്ല കട്ടിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വെറുതെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ റൂമിലിരുന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് 2 പില്ലോ ഉണ്ടെന്ന്. അത് 2ലും ഉണ്ട് കേട്ടോ. ഇതിലുണ്ട് 2 പില്ലോ. ഇതാ അപ്പം അങ്ങനെ ഇതേപോലത്തെ 2 പില്ലോയാണ് നമുക്ക് കിട്ടിയത്. തൽക്കാലം ഇപ്പോൾ ഇത് തുറക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യത്തിൽ നല്ല പില്ലുകളുണ്ട്. അമ്മയുടെ റൂമിൽ വെക്കാൻ നേരിച്ചു, പക്ഷെ അത് നല്ല പില്ലുകളാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പില്ലുകളൊന്നും അൺലോക്ക് ചെയ്യുന്നില്ല, മീൻസ് അൺബോക്സ് ചെയ്യുന്നില്ല. ഏതെങ്കിലും സമയത്ത് തുറക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചാൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഏത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഓക്കെ, അപ്പം എനിക്കിത് തന്ന റേഡിയോ മിർച്ചി നറുക്കെടുത്ത ടീം എല്ലാവർക്കും താങ്ക് യു. ഒപ്പം ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള പെപ്സ് കമ്പനിക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതൊരു സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല, എനിക്ക് കിട്ടിയ സമ്മാനം നിങ്ങളിലേക്ക് എത്തിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, നാളെ കാണാം. ബൈ.